20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ടാങ്ക് യുദ്ധം. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു കാര്യം, അതായത് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്, ഇതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അതായത് 1991 ഗൾഫ് യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. കൂടാതെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത അമേരിക്കയും സഖ്യസേനയും അതുപോലെ മറുവശത്തുള്ള ഇറാഖും സഖ്യവും ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും അവരുടെ സൈനിക ബലത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ആയുധങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു ടാങ്ക് യുദ്ധമാണ്, അതുകൊണ്ട് അവരുടെ ടാങ്കുകളെക്കുറിച്ച് നമ്മൾ വിശദമായി പറയുന്നുണ്ട്. അതിനുശേഷം ഈ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് നടന്ന കാര്യങ്ങൾ ഓരോ സംഭവങ്ങളായിട്ട് നമ്മൾ വിവരിക്കുന്നുണ്ട്. ഒടുവിൽ ഈ യുദ്ധത്തിന് നമ്മുടേതായ ഒരു അനാലിസിസ് നടത്തിയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിയുമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആ സ്കിപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടെ നോക്കിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാട് കയറി കാര്യങ്ങൾ പറഞ്ഞതായിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്തില്ലെന്നൊക്കെ തോന്നും. അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു റിക്വസ്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഞാൻ ഏതായാലും വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഏതാണ്ട് 1975 വിയറ്റ്നാം വാർ അവസാനിച്ചു. ഈ വിയറ്റ്നാം വാർ കൊണ്ട് അമേരിക്കയ്ക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടായത്. അതായത് അക്കാലം അത്രയും അമേരിക്കയും അമേരിക്കൻ ഡോളറും ലോക സാമ്പത്തിക വ്യവസ്ഥിതിക്ക് മേൽ ചെലുത്തിപ്പോന്നിരുന്ന ആധിപത്യം ചോദ്യം ചെയ്യപ്പെട്ടു. അതായത് 65 ആയപ്പോൾ തന്നെ സ്ഥിതി വളരെ മോശമായി. അതായത് നമുക്കറിയാം, അക്കാലത്ത് ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഡോളറാണ്. അക്കാലത്ത് എന്നല്ല, ഇന്നും ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം ഡോളർ തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ഡോളർ പോലെ ആയിരുന്നില്ല അന്നത്തെ ഡോളർ. അന്ന് ഡോളർ ഗോൾഡ് സ്റ്റാൻഡേർഡ് കറൻസി ആയിരുന്നു. അപ്പോൾ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് കറൻസി എന്താണെന്ന് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഒരു ഡോളർ നോട്ടുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ ഡോളറുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഈ അമേരിക്ക ഡോളർ തിരിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അമേരിക്ക അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്വർണം നിങ്ങൾക്ക് തിരിച്ചു തരും. അതുകൊണ്ടാണ് അതിനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ അത് ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ല. അതിന് ഇതിൽ കൂടുതലായിട്ട് ഞാനിതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം നമ്മുടെ വിഷയം സാമ്പത്തിക ശാസ്ത്രമല്ല, ഞാനൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുമല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധവും യുദ്ധോപകരണങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഡോളർ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അതായത് ഈ 65 കഴിഞ്ഞുള്ള യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും, അതായത് ആദ്യം പോയത് ഫ്രാൻസാണ്, പിന്നെ സ്വിറ്റ്സർലാൻഡ്, വെസ്റ്റ് ജർമ്മനി, അങ്ങനെ പല രാജ്യങ്ങളും അവരുടെ ഡോളർ റിസർവായിട്ട് അമേരിക്ക സമീപിച്ചിട്ട് പറഞ്ഞു, ഈ നിങ്ങളുടെ ഡോളർ ഞങ്ങൾക്ക് ഇനി വേണ്ട, നിങ്ങളിത് എടുത്തിട്ട് ഞങ്ങളുടെ സ്വർണ്ണം ഇങ്ങ് തിരിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ പല രാജ്യങ്ങളും മില്യൺ കണക്കിന് ഡോളറുമായിട്ട് അമേരിക്കയെ സമീപിച്ചു. അമേരിക്ക അതാണ് ട്രൗസർ കീറിയ അവസ്ഥയിലായി. സ്വാഭാവികമായിട്ടും അവർ എന്ത് വില കൊടുത്തും അവരുടെ പഴയ ഇമേജ് തിരിച്ചു പിടിക്കാൻ തയ്യാറായി. അതിനൊരു വഴി കണ്ടുപിടിക്കാൻ വേണ്ടി അമേരിക്കയിലുള്ള സാമ്പത്തിക വിദഗ്ധന്മാരും പൊളിറ്റീഷ്യന്മാരും സൈനിക വിദഗ്ധന്മാരും ഒക്കെ ഇങ്ങനെ കൂലങ്കഷമായി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് അമേരിക്കയെ തേടി അമേരിക്കയുടെ മുന്നിലേക്ക് ഒരു വഴി തെളിഞ്ഞു വന്നു. അതായത് 1980 ഇറാഖ് ഇറാനെ ആക്രമിച്ചു. ഈ യുദ്ധത്തിൽ പല രാജ്യങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും ഇറാഖിന് സാമ്പത്തിക സഹായം ചെയ്തു. അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും അധികം പ്രത്യക്ഷമായിട്ട് സാമ്പത്തിക സഹായം ഇറാഖിന് കൊടുത്തത് കുവൈറ്റും സൗദി അറേബ്യയാണ്. അതായത് അവർ നേരെ ഇറാഖിനോട് പറയും, നിങ്ങൾ ധൈര്യമായിട്ട് കയറി അടിച്ചോ, എത്ര കാശ് ചിലവായാലും ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ പൈസ എല്ലാം ഉപയോഗിച്ച് ഇറാഖ് ഒരു ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അങ്ങനെ 1988 അതായത് 8 വർഷം നീണ്ടു വന്നൊരു യുദ്ധമായിരുന്നു ഈ ഇറാൻ ഇറാഖ് വാർ എന്ന് പറയുന്നത്. 1988 ഈ യുദ്ധം അവസാനിച്ചു. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സൗദി അറേബ്യയും കുവൈറ്റും കൂടെ ഇറാഖിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, യുദ്ധമൊക്കെ അടിപൊളിയായിരുന്നു, ഞങ്ങൾ കണ്ടു, അടിപൊളി യുദ്ധമായിരുന്നു, പക്ഷേ ഞങ്ങളെ ചിലവാക്കിയ കാശ് ഇങ്ങനെ തിരിച്ചു തരുമായിരുന്നു, വലിയ ഉപകാരമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇറാഖ് പറഞ്ഞ്, അതെങ്ങനെ കാശ് തിരിച്ചിരുന്നത്? ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്ത യുദ്ധമൊന്നുമല്ല, നിങ്ങളുടെ എല്ലാവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ട് ഞാൻ റിസ്ക് എടുത്ത് ചെയ്തൊരു ഓപ്പറേഷനാണ്. അതിനുവേണ്ടി നിങ്ങൾ ചിലവാക്കിയ പൈസ തിരിച്ചു വയ്ക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയല്ല എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മളെല്ലാവരും ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ 2-3 പേര് കൂടി വൻതോതിൽ ഇങ്ങനെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇങ്ങനെ ഓയിലിൻ്റെ പ്രൈസ് ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് ബില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത ഉപകാരം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളുടെ ഓയിൽ പ്രൊഡക്ഷൻ കുറച്ച് ഞങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അതായത് അവർ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കണം. അങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പോഴത്തേന് ഓയിലിൻ്റെ വില സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ ഇറാഖിനും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അതാണ് ഒരു ഉദ്ദേശം. ഏതായാലും ഈ ഒപെക് രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ കുവൈറ്റൊന്നും ഈ ഇറാഖ് പറഞ്ഞത് കൂട്ടാക്കില്ല. അവർ ഒരു കാരണവശാലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഞങ്ങളെ പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അതോടെ ഇറാഖ് വൻ കലിപ്പിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖിന് പണ്ട് തൊട്ട് ഈ കുവൈറ്റ് ഒന്ന് പിടിച്ചെടുത്താലോ എന്നൊരു ആഗ്രഹമുണ്ട്. അതായത് കുവൈറ്റ് ഇവരുടെ ഭാഗമാണെന്നാണ് അവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല, കുവൈറ്റിൽ വലിയ ഓയിൽ നിക്ഷേപങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ കിട്ടുക സൗകര്യം എന്നുള്ള രീതിയിലാണ് ഇറാഖ് ഇരിക്കുന്നത്. ഈ സംഭവം കൂടെ നടന്നുകൊണ്ട് ഇറാഖ് കുവൈറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ കൊള്ളരുതാഴ്ച ഞങ്ങൾ കണ്ടില്ല എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ അതിർത്തിയിൽ നിന്ന് ഡയഗണലായിട്ട് ഡ്രില്ല് ചെയ്ത് ഞങ്ങളുടെ ഓയിൽ റിസർവുകളിൽ നിന്ന് ഓയിൽ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ ഞങ്ങളത് പോട്ടെന്ന് വെച്ചങ്ങ് ക്ഷമിച്ചു കളഞ്ഞു. ഇനി നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതിൻ്റെ എല്ലാം കൂടെ ചേർത്തുള്ള പണി ഇത് ഇപ്പം തന്നെ ഞങ്ങൾ തരാം, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് 1990 ഓഗസ്റ്റ് 2 ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചു. ഇത് അമേരിക്ക നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചു. അതായത് അമേരിക്ക നേരിട്ടുകൊണ്ടിരുന്ന
സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഒറ്റമൂലിയായിട്ട് അവരിതിനെ അങ്ങ് ഉപയോഗിച്ചു. അതായത് ഈ ഒരു സംഭവം ഇറാഖ് ഇങ്ങനെ കുവൈറ്റിനെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യം ഉണ്ടാകത്തില്ലെന്ന്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകത്തില്ലെന്നല്ല, അമേരിക്ക അവിടെ തന്നെ കാണും. അമേരിക്ക ഒരു ലോകരാജ്യങ്ങളിൽ ഒരു രാജ്യമായിട്ട്, ഒരു വികസിത രാജ്യമായിട്ട് തന്നെ അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ മസിൽ പവറും മണി പവറും ഉള്ള ഏത് രാജ്യങ്ങളിലെ മെക്കിട്ട് കയറാൻ റെഡിയായി നിൽക്കുന്ന ഈ അമേരിക്ക ലോകത്തുണ്ടായിരിക്കത്തില്ല. അപ്പോൾ അമേരിക്ക എന്താണ് ചെയ്യുന്നത് വെച്ചാൽ 1991 അമേരിക്കയും നാറ്റോ സഖ്യയോടെ സൗദി അറേബ്യയും മറ്റ് അറബ് രാജ്യങ്ങളും ഇറാഖിനെ എതിർക്കുന്ന അറബ് രാജ്യങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാഖിന്റെ അധിനിവേശത്തിൽ നിന്ന് കുവൈറ്റിനെ മോചിപ്പിക്കാൻ റെഡിയായി. അതായത് ഇവർ ഡയറക്റ്റായിട്ട് നാറ്റോ സഖ്യം ഇറാഖിനെ ആക്രമിച്ചില്ല, അവർ മറ്റുള്ള അറബ് രാജ്യങ്ങളെ കൂടെ കൂട്ടുപിടിച്ചു. അല്ലെ അങ്ങനെ കൂട്ടുപിടിച്ചില്ലാന്ന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ അറബ് ലോകം ഇവർക്കെതിരായിട്ട് മാറും. അതായത് ഒരു അറബ് കൺട്രിയുടെ മേളിൽ ഒരു പാശ്ചാത്യ ശക്തി വന്ന് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് ആ യുദ്ധം മാറും. അത് മറയ്ക്കാൻ വേണ്ടി ആണ് ഇവർ ഈ മറ്റുള്ള അറബ് കൺട്രീസിനെയും കൂടെ ഇതിൽ താല്പര്യമില്ലാത്തവരെ പോലും ഇതിനായിട്ടൊരു വലിച്ചഴിച്ചത്. ഈ സംഭവത്തെയാണ് ചരിത്രം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന് വിളിക്കുന്നത്. അതായത് ഗൾഫ് വാർ എന്ന് നമ്മൾ വിളിക്കുന്ന സംഭവമാണ് ഈ സംഭവം. ഈ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിൻ്റെ ഭാഗമായിട്ടാണ് 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ടാങ്ക് യുദ്ധം ദ ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിംഗ് അരങ്ങേറിയത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിംഗ് ആണ്. ഇതെന്താണെന്ന് നമുക്കൊന്ന് അടുത്തറിയാൻ ശ്രമിക്കാം. നമുക്കറിയാം ഈ യുദ്ധത്തിൽ പങ്കെടുത്തത് ഒരു വശത്ത് ഇറാഖും മറുവശത്ത് ഈ നാറ്റോ സഖ്യം എന്ന് വിളിക്കുന്ന അമേരിക്കയുമാണ്. ഈ നാറ്റോ സഖ്യം എന്ന് പറയുന്നത് അമേരിക്കയുമാണ്. അമേരിക്കയും ഇറാഖും തമ്മിൽ നടത്തിയ ഒരു യുദ്ധമാണിത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ രണ്ട് കൂട്ടരുടെയും സൈനിക ശേഷി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇറാഖിന് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ്സ് ആണ്. ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറാഖിന്റെ പക്ഷത്തുള്ള ഏറ്റവും മികച്ച സൈനികരാണിത്. ഇറാഖിന്റെ പക്ഷത്തുള്ളതെന്നല്ല, ആ സമയത്ത് ലോകത്തുണ്ടായിരുന്ന ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ച ഒരു സൈനിക സംഘമായിരുന്നു അത്. അതായത് കൂടുതലായി പറയുകയാണെങ്കിൽ ഇറാഖ് വാറിൽ ഇറാഖ് നേടിയ എല്ലാ വലിയ വിജയങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ എല്ലാ വലിയ വിജയങ്ങൾക്കും കാരണം ഈ ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ്സ് ആയിരുന്നു. അങ്ങനെയുള്ള ഈ ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ്സിന് 3000-ഓളം വരുന്ന പോരാളികളെയാണ് ഇറാഖ് ഈ യുദ്ധത്തിൽ അണിനിരത്തിയത്. ഇനി നമുക്ക് ഇവരുടെ ആയുധങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ഈ ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ടാങ്ക് യുദ്ധമായിരുന്നു. ടാങ്ക് യുദ്ധം, അതുകൊണ്ട് തന്നെ ടാങ്കുകളാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇറാഖ് ഈ യുദ്ധത്തിൽ പങ്കെടുപ്പിച്ച പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ റഷ്യൻ നിർമ്മിത T-72 ടാങ്കുകളാണ്. T-72 കൂടാതെ T-62, T-55 തുടങ്ങിയ റഷ്യൻ ടാങ്കുകളും ഇറാഖിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ മെയിൻ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ T-72 ടാങ്കുകളായിരുന്നു. T-72 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ മിലിറ്ററി എഞ്ചിനീയറിംഗിന്റെ ഒരു ഉദാത്ത മാതൃകയാണ്. വേണമെങ്കിൽ നമുക്ക് ടാങ്കുകളിലെ AK-47 എന്നും എല്ലാം വിളിക്കാൻ പറ്റുന്ന ഒരു റഷ്യൻ വാർ മെഷീനായിരുന്നു T-72. ടാങ്ക് ആയതുകൊണ്ട് ഇതിന്റെ പ്രധാന ആയുധം എന്ന് പറഞ്ഞാൽ ഒരു 125mm ക്യാനനാണ്. കൂടാതെ ഇതിൽ 2 മെഷീൻ ഗണ്ണുകളുണ്ട്. ഒന്നാമത് ഒരു 7.62mm ഗണ്ണ്, കൂടാതെ ഒരു 12.7mm ഗണ്ണ്. അങ്ങനെ 2 മെഷീൻ ഗണ്ണുകളുണ്ട്. ഇത് ആർമർ പിയേഴ്സിംഗ് റൗണ്ടുകൾ ഫയർ ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഗണ്ണുകളാണ്. അപ്പോൾ ഒരു T-72 ടാങ്കിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സുപ്രീം ഫയറിംഗ് ആക്യുറസിയാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ 2 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു 600 mm ആർമർ പ്ലേറ്റ് ഉള്ള ഒരു ടാങ്ക് ഇതിന് വേണമെങ്കിൽ നിഷ്പ്രയാസം വെടിവെച്ച് തകർത്ത് കളയാൻ പറ്റും. അത്ര ആക്യുറേറ്റ് ആയിട്ട്, അത്ര എഫക്റ്റീവായിട്ട് ഫയർ ചെയ്യാൻ കഴിവുള്ള ഒരു വാർ മെഷീനാണ് T-72. അപ്പോൾ ഫയർ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ആർമർ പിയേഴ്സിംഗ് റൗണ്ടുകൾ തടുക്കുന്ന കാര്യത്തിലും വളരെ മുന്നിൽ തന്നെയായിരുന്നു ഈ T-72 ടാങ്കുകൾ. അപ്പോൾ ഇത്രയൊക്കെ സുപ്പീരിയർ ആയിരുന്നെങ്കിലും ഈ T-72 ടാങ്കുകൾക്ക് ചില ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു. അതായത് ഇത് നിർമ്മിച്ചിട്ട് ഏതാണ്ട് ആ സമയമൊക്കെ ആയപ്പോഴത്തേനാണ് 20 വർഷത്തോളം പഴക്കം ഉണ്ടായിരുന്നു. 20 വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി 20 വർഷം പഴക്കമായെന്നല്ല, 1970-കളിലൊക്കെയാണ് ഈ T-72 എന്ന് പറയുന്ന സാധനം പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ അത്ര 20 വർഷത്തെ ഒരു പഴക്കമുള്ളൊരു ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആ സമയത്ത് പല ആധുനിക ടെക്നോളജികളും ഇതിൽ ഉണ്ടായിരുന്നില്ല. അതിലില്ലായിരുന്നൊരു ടെക്നോളജിയാണ് ഇൻഫ്രാറെഡ് ഇമേജിംഗ് അഥവാ തെർമൽ ഇമേജിംഗ്. അതായത് ഈ വിസിബിലിറ്റി കുറഞ്ഞ സാഹചര്യങ്ങളിൽ, അതായത് മഴയുള്ളപ്പോഴോ അല്ലെങ്കിൽ മൂടൽമഞ്ഞുള്ളപ്പോഴോ അല്ലെങ്കിൽ പൊടി നിറഞ്ഞ സാഹചര്യത്തിലൊക്കെ നമുക്ക് വിസിബിലിറ്റി തീരെ കുറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപയോഗിച്ച് നമുക്ക് വിസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ സംഭവം ഈ ടാങ്കിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ നൈറ്റ് വിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നൈറ്റ് വിഷൻ ഇല്ലായിരുന്നു തന്നെ പറയും. നൈറ്റ് വിഷൻ T-72 നൈറ്റ് വിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ആ സമയത്ത് അമേരിക്കൻ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ വളരെ ക്രൂഡായിട്ടുള്ള ഒരു ടെക്നോളജി ആയിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന നൈറ്റ് വിഷൻ. അപ്പോൾ ഒരു ആർമേഡ് കാവലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ ടാങ്കുകൾ മാത്രമല്ല, ഈ ആർമേഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് കവചിത വാഹനങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ടാങ്കുകൾക്ക് ഫയറിംഗ് സപ്പോർട്ട് കൊടുക്കാനും ഈ ടാങ്കുകൾക്കൊപ്പം യുദ്ധം ചെയ്യുന്ന സൈനികരുടെ സുരക്ഷിതമായ നീക്കത്തിനുമൊക്കെയായി ഈ കവചിത വാഹനങ്ങൾ ആർമേഡ് വെഹിക്കിൾസും ഈ ടാങ്കുകൾക്കൊപ്പം ഈ യുദ്ധത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഈ T-72 ടാങ്കുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇറാഖ് ഉപയോഗിച്ചത് റഷ്യൻ നിർമ്മിത BMP-1 എന്ന് പറയുന്ന
ആർമേഡ് വെഹിക്കിൾസ് ആണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരുന്ന മെയിൻ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ഒരു 72mm സെമി ഓട്ടോമാറ്റിക് കാനൺ, കൂടാതെ ഒരു കോയാക്സിയൽ മെഷീൻ ഗൺ, പിന്നെ ഇതിൽ ആൻറ്റി ടാങ്ക് മിസൈലുകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ റഷ്യൻ നിർമ്മിത ആൻറ്റി ടാങ്ക് മിസൈലുകളായ 9M14, 9M113 തുടങ്ങിയ ആൻറ്റി ടാങ്ക് മിസൈലുകൾ ഇതിൽ ഘടിപ്പിച്ചിരുന്നു. ഇത്രയൊക്കെ ഫയർ പവർ ഉണ്ടായിരുന്നാലും നമ്മുടെ T-72 ടാങ്ക് പോലെ തന്നെ ഈ BMP-1ലും നൈറ്റ് വിഷൻ സെൻസറുകളോ ഈ തെർമൽ ഇമേജറുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് അമേരിക്കൻ സൈഡിലേക്ക് വരാം. അപ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിൽ ഏതാണ്ട് 4000-ഓളം സൈനികരെയാണ് അണിനിരത്തിയത്. ഇനി ടാങ്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവർ ഉപയോഗിച്ചത് M1A1 ഏബ്രം ടാങ്കുകളായിരുന്നു. ഏബ്രം ടാങ്കുകൾ, അത് M1A1 ഏബ്രം ടാങ്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടാങ്കായിരുന്നു ഏബ്രംസ്. അപ്പോൾ നമ്മൾ ഫയറിംഗ് പവർ മാത്രമാണ് കണക്കിലെടുക്കുന്നതെങ്കിൽ ഈ ഏബ്രം ടാങ്കുകളും T-72 ടാങ്കുകളും ഏതാണ്ട് തുല്യമാണെന്ന് തന്നെ പറയാം. പക്ഷേ മറ്റു ഫീച്ചേഴ്സുകളിലേക്ക് വരുമ്പോൾ ഏബ്രം T-72 ടാങ്കുകളെക്കാളും ബഹുദൂരം മുന്നിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഈ ടാങ്കുകൾ ഉപയോഗിച്ചിരുന്നത് ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഫയർ കൺട്രോൾ സിസ്റ്റമാണ്. അതായത് ഫയറിംഗ് റേഞ്ച് തീരുമാനിക്കാനും അല്ലെങ്കിൽ ഫയറിംഗ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ ഒരു ഓൺബോർഡ് കമ്പ്യൂട്ടർ ഇതിലുണ്ടായിരുന്നു. ഇത് ഏബ്രം ടാങ്കുകളുടെ ഫയറിംഗ് പവർ പല മടങ്ങ് വർദ്ധിപ്പിച്ചു. കൂടാതെ ഇതിൽ വളരെ ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള തെർമൽ ഇമേജിംഗ് സിസ്റ്റങ്ങൾ, നൈറ്റ് വിഷൻ ഇമേജറുകൾ, കൂടാതെ ലേസർ റേഞ്ചറുകൾ തുടങ്ങിയ അത്യന്താധുനികമായ സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഉപരിയായി ഇതിൻ്റെ ആർമർ അത് വളരെ സുപ്പീരിയർ ആയിരുന്നു. ഇതിലുപയോഗിച്ചത് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി രൂപപ്പെടുത്തിയെടുത്ത ചോഭം ആർമറായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻ, ഈ ആർമറിൻ്റെ കോമ്പോസിഷൻ എന്താണെന്നൊക്കെ ഉള്ളത് ഇന്നും ഒരു ക്ലാസിഫൈഡ് സീക്രട്ടാണ്. പക്ഷേ പൊതുവെ പറയപ്പെടുന്ന അല്ലെങ്കിൽ പൊതുവെ അനുമാനിക്കുന്ന ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകൾ കൊണ്ട് നിർമ്മിച്ച് അതിൽ സെറാമിക് ബ്ലോക്കുകൾ ഇൻസേർട്ട് ചെയ്താണ് ഈ ആർമർ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ എക്സ്ട്രാ പ്രൊട്ടക്ഷനായി ഇതിൻ്റെ പല ഭാഗങ്ങളിലും ഹൈ ഡെൻസിറ്റി ഡിപ്ലീറ്റഡ് യുറേനിയം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ലെയറുകളായും ബ്ലോക്കുകളായും ഒക്കെ ഡിപ്ലീറ്റഡ് യുറേനിയം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല ലെയറുകളുള്ള ഒരു മൾട്ടി ലെയർ കോമ്പോസിറ്റ് കൺസ്ട്രക്ഷനാണ് ചോഭം ആർമർ. അതായത് ഈ ആർമർ ഓൾമോസ്റ്റ് ഇൻപെനിട്രേറ്റബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ആ സമയത്ത് ലോകത്ത് നിലവിലുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട ആർമർ പിയേഴ്സിംഗ് റൗണ്ടുകളെയും അല്ലെങ്കിൽ ആന്റി ടാങ്ക് മിസൈലുകളെയൊക്കെ അതിന് നിഷ്പ്രയാസം തടുക്കാൻ സാധിക്കുന്ന ഒരു ഹൈലി അഡ്വാൻസ് ആർമറാണ് ചോഭം ആർമർ. ഇതുകൂടാതെ ഇതിന് സപ്പോർട്ടിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ കവചിത വാഹനങ്ങൾ വേണമല്ലോ. ആ പർപ്പസ് സോൾവ് ചെയ്യാൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ച M2 ബ്രാഡ്ലി ഫൈറ്റിംഗ് വെഹിക്കിൾസ് ആണ്. ഇതിൽ 300 റൗണ്ട്സ് പെർ മിനിറ്റ് ഫയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു 23mm ഓട്ടോമാറ്റിക് മെഷീൻ ഗൺ ഘടിപ്പിച്ചിരുന്നു. കൂടാതെ ഇതിൽ ആൻറ്റി ടാങ്ക് മിസൈൽ ലോഞ്ചറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇറാഖിൻ്റെ പക്കലുള്ള റഷ്യൻ BMPക്ക് തുല്യമായിട്ടുള്ള ഒരു കവചിത വാഹനമായിരുന്നു നമ്മുടെ ഈ M2 ബ്രാഡ്ലി. ഈ ഒരു പോയിന്റിൽ നമുക്ക് കാണാൻ കഴിയും സൈനിക ബലം രണ്ട് വശത്തും ഏതാണ്ട് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഹെവി കാഷ്വാലിറ്റി മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചത്. അതായത് വളരെ ശക്തമായ എയർ ടു ഗ്രൗണ്ട് അറ്റാക്ക് നടത്തിയാൽ പോലും ഈ ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ്സിനെ അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ലെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതേസമയം മറുവശത്ത് ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ്സ് വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. അതായത് ഇറാഖ് വാർ കഴിഞ്ഞിട്ട് അധികം നാളായില്ല അതിൻ്റെ ഒരു ആത്മവിശ്വാസം. തന്നെയുമല്ല ഈ യുദ്ധം നടക്കുന്നത് അറേബ്യൻ മരുഭൂമിയിലാണ്. അപ്പോൾ അറേബ്യൻ മരുഭൂമി എന്ന് ഞാൻ പറഞ്ഞത് സൗദി അറേബ്യയിലെ മരുഭൂമി എന്നുള്ള ഉദ്ദേശത്തിലല്ല, ഈ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉള്ള മരുഭൂമി എന്നൊരർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ അറേബ്യൻ മരുഭൂമിയിൽ യുദ്ധം നടക്കുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമേരിക്കയും അവരുടെ സഖ്യ രാജ്യങ്ങൾ, അതായത് നെറ്റോ സഖ്യം എന്ന് വിളിക്കുന്ന സഖ്യ രാജ്യങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ അറേബ്യൻ മരുഭൂമി പോലെ ഒരു ഭൂപ്രദേശം അവർക്ക് തികച്ചും അപരിചിതമാണ്. അതേസമയം ഇറാഖികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ സ്വന്തം മണ്ണാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെയുണ്ട്. അതായത് മരുഭൂമി എന്ന് പറയുമ്പോഴത്തേക്കിന് അതായത് കടൽ പോലെയാണ്. അതായത് മരുഭൂമിയിലോ സഞ്ചരിക്കാൻ നമുക്ക് ഈ റോഡോ അല്ലെങ്കിൽ ഒരു പരമ്പരാഗത പാതയോ ഒന്നും അറിയത്തില്ലെങ്കിൽ മരുഭൂമി നമ്മൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഈ ദൂരെ യൂറോപ്പിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന ശത്രുവിന് ഈ അറേബ്യൻ മരുഭൂമിയിൽ യുദ്ധം നടത്തുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ശ്രമകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ്സിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഈ അമേരിക്കയും നേറ്റോ അവരുടെ മേലെ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനവർ തിരഞ്ഞെടുക്കുക ഈ മരുഭൂമിയിലൂടെ പോകുന്ന ഹൈവേകളും റോഡുകളുമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഈ ഹൈവേകളുടെയും റോഡുകളുടെയും എല്ലാം നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ആ ഹൈവേകളും റോഡുകളും എല്ലാം ഉപരോധിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യത്തെയും കാത്തുനിന്നു. ഇനി നമ്മൾ പോകുന്ന യഥാർത്ഥ യുദ്ധഭൂമിയിലേക്കാണ്. അതായത് എന്താണ് യഥാർത്ഥത്തിൽ ഈ ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരൊറ്റ ദിവസം നടന്ന യുദ്ധമാണ്. ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ 26 ഫെബ്രുവരി 1991 ഈ യുദ്ധം നടന്നത്. അതായത് സാധാരണ പറയാറുള്ള 26 ഫെബ്രുവരി 27 ഫെബ്രുവരി 2 ദിവസമായിട്ടാണ് എന്നെ പറയുന്നത്. അതായത് ഈ 26 ഫെബ്രുവരിയിലാണ് യുദ്ധത്തിൻ്റെ മെയിൻ ആക്ഷൻ നടന്നത്. പക്ഷേ അതിൻ്റെ ഈ ഫിനിഷിംഗ് ടച്ചുകൾ അവസാന നടപടികളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി ഒരു ദിവസത്തോടെ വേണ്ടി വന്നു. പക്ഷേ ഇതിൻ്റെ മെയിൻ ആക്ഷൻ നടക്കുന്നത് 26 ഫെബ്രുവരിയിലാണ്. നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആ ഒരു ദിവസത്തെ കഥയാണ്. അവിടെ ഒരു വശത്ത് ഈ റോഡുകളും തോടുകളും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഇറാഖിൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മറുവശത്തു നിന്നും അമേരിക്ക അറ്റാക്ക് ചെയ്ത് കയറാൻ പോവുകയാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ യുദ്ധം നോക്കിക്കാണാം. അമേരിക്കയുടെ കൂടെ ചേർന്നുകൊണ്ടല്ല, അമേരിക്കയുടെ സൈഡിൽ നിന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തെ നമ്മൾ വിളിച്ചത് ദ ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിംഗ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ 73 ഈസ്റ്റിംഗ്? ഈ 73 ഈസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു രേഖാംശ രേഖയാണ്. രേഖാംശ രേഖ എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ്. അതായത് സാധാരണ ലാറ്റിറ്റ്യൂഡ് അല്ല, ഇത് UTM കോർഡിനേറ്റ് പ്രകാരമുള്ള ലാറ്റിറ്റ്യൂഡാണ്. UTM കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ മാപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡാണ്. ആ കോർഡിനേറ്റ് സിസ്റ്റമാണ് അക്കാലത്ത് അമേരിക്ക അവരുടെ ബേസിക് കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇന്നിപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഈ കോർഡിനേറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിലുടനീളം അമേരിക്ക മുന്നേറ്റം നടത്തുമ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ലാറ്റിറ്റ്യൂഡുകളാണ്. അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും എടുക്കണ്ട, ഒരു ഇമാജിനറി ലൈൻ എന്ന് മാത്രം വിചാരിക്കുക. അതായത് അമേരിക്ക സദേൺ ഇറാഖിൽ മുന്നേറ്റം നടത്തിയപ്പോൾ കിഴക്കോട്ട് മുന്നേറിയപ്പോഴത്തേന് അവർ അതിനുവേണ്ടി മുന്നേറ്റം അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച ഓരോ ലാറ്റിറ്റ്യൂഡുകളാണ്. 60 ഈസ്റ്റിംഗ്, 65 ഈസ്റ്റിംഗ്, 70 ഈസ്റ്റിംഗ്, അങ്ങനെ 80 ഈസ്റ്റിംഗിന് മുന്നോട്ട് പോകും. അപ്പോൾ അതിൽപ്പെട്ട ഒരെണ്ണമാണ് ഈ 73 ഈസ്റ്റിംഗ്. അപ്പോൾ അത്രയും മാത്രം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അമേരിക്ക അറ്റാക്ക് നടത്താൻ പോവുകയാണ്. അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത് അമേരിക്കയുടെ വിഖ്യാതമായ 7th കോർപ്പ് ഇൻഫൻട്രിയും 2nd ആർമേഡ് കാവലറി റെജിമെൻറ്റ്, 2nd ACR, ഈ 2 കൂട്ടരാണ്. അപ്പോൾ ഈ സൈന്യത്തെ 4 സ്ക്വാഡനുകളായിട്ട് തിരിച്ചിട്ടാണ് അവർ യുദ്ധത്തിൽ ഏർപ്പെടാൻ പോയത്. അതിൽ ആദ്യത്തെ 3 സ്ക്വാഡൻ ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഈ സൈനികരും ടാങ്കുകളും അടങ്ങുന്നതായിരുന്നു. 4ാമത്തെ സ്ക്വാഡൻ എയർ ടു ഗ്രൗണ്ട് അറ്റാക്കിനുള്ള അറ്റാക്ക് ഹെലികോപ്റ്ററുകളായിരുന്നു. അവിടെ കൊണ്ടും തീർന്നില്ല, ഈ ഗ്രൗണ്ട് അറ്റാക്കിനുള്ള സ്ക്വാഡനുകളെ അവർ വീണ്ടും ട്രൂപ്പുകളായി തിരിച്ചു. അതായത് ഒരു സ്ക്വാഡനെ അവർ 3 ട്രൂപ്പുകളായി തിരിച്ചു. ഒരു ട്രൂപ്പിൽ 120 സൈനികരുണ്ടായിരുന്നു. ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഇവരെ യുദ്ധഭൂമിയിൽ ഇവരുടെ സഞ്ചാരത്തിന് വേണ്ടി 12 M2 ബ്രാഡ്ലികൾ, 13 M2 ബ്രാഡ്ലികൾ, എല്ലാത്തിനും ഉപരിയായിട്ട് 9 ഏബ്രം ടാങ്കുകൾ, ഇത്ര അടങ്ങുന്നതായിരുന്നു ഒരു ട്രൂപ്പ്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഈ 26 ഫെബ്രുവരി 1991 അമേരിക്കൻ കമാൻഡർമാർ തീരുമാനിച്ചിരുന്നത് 70 ഈസ്റ്റിംഗ് എന്ന് പറയുന്ന ലൈൻ വരെ മുന്നേറി ആ പൊസിഷൻ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ട്രൂപ്പുകളുടെ കമാൻഡർമാരായിട്ടുള്ള ക്യാപ്റ്റന്മാർക്ക്, ജൂനിയർ ഓഫീസേഴ്സിന് ഈ സീനിയർ ഓഫീസർമാരുടെ കമാൻഡ്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് പ്രകോപനം ഉണ്ടായാലും മൂവ് ചെയ്യാൻ പാടില്ല. അവിടെ വരെ അറ്റാക്ക് ചെയ്ത് കയറുക, ആ പൊസിഷൻ സെക്യൂർ ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഫെബ്രുവരി 26, 1991 രാവിലെ അമേരിക്ക യുദ്ധത്തിന് തയ്യാറായി. പക്ഷേ അന്ന് കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. രാവിലെ തൊട്ട് മഴ പെയ്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ എയർ ടു ഗ്രൗണ്ട് അറ്റാക്ക് സക്സസ്ഫുള്ളായി നടത്താൻ അവർക്ക് സാധിച്ചില്ല. അതുപോലെ ഇറാഖികളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു. ഇറാഖി T-72 ടാങ്കുകൾ മണൽപ്പരപ്പിൻ്റെ അനന്തതയിലേക്ക് നീളുന്ന റോഡുകളെ ലക്ഷ്യമാക്കി അവരുടെ പീരങ്കിക്കൊള്ളുകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് അമേരിക്കൻ ടാങ്ക് പടയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തുനിന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് സംഭവിച്ച അവരുടെ കണക്കൂട്ടുകളെല്ലാം തകിടം മറിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതായത് ആ മരുഭൂമിയിലെ മണൽത്തിട്ടകളെ കീറി മുറിച്ചുകൊണ്ട് അമേരിക്കയുടെ ഏബ്രം ടാങ്കുകൾ ഈ ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ്സിന് മേൽ വേട്ട നായ്ക്കളെ പോലെ ചാടി വീണു. ഇറാഖി സൈന്യം ആകെ പരിഭ്രാന്തരായി. കാരണം അങ്ങനെ ഒരു അറ്റാക്ക് അവർക്ക് സ്വപ്നം കാണാവുന്നതിലും അപ്പുറത്തായിരുന്നു. പക്ഷേ ഇവിടെ അവർ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട്. മറുവശത്ത് അവർക്ക് മാത്രം സ്വന്തമായിരുന്ന ഒരു രഹസ്യായുധവുമായിട്ടായിരുന്നു അമേരിക്ക ആ യുദ്ധഭൂമിയിലേക്ക് വന്നത്. ആ രഹസ്യായുധത്തിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് അമേരിക്ക ഇറാഖിൻ്റെ മേൽ ഇങ്ങനെയൊരു സർപ്രൈസ് അറ്റാക്ക് നടത്തിയത്. ആ ആയുധത്തിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതാണ് GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇന്ന് നമ്മളെല്ലാവരും നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് നമ്മുടെ മൊബൈൽ ഫോണുകളിലും സ്മാർട്ട് വാച്ചുകളിലും കാറുകളിലുള്ള നാവിഗേഷൻ സിസ്റ്റത്തിലും എല്ലാം നാവിഗേഷനായിട്ട് ഉപയോഗിക്കുന്ന അടിസ്ഥാന സാധനമാണ് GPS. കൂടാതെ വേറെ സിസ്റ്റങ്ങളും ഉണ്ട്. ഇന്ന് നമ്മൾ GPS എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അത് സുപരിചിതമാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. നാവിഗേഷൻ നടത്താൻ വേണ്ടി നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഈ പറയുന്നത് 1991 കാര്യമാണ്. 1991 എന്ന് പറയുമ്പോഴത്തേന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുക. അന്നേരമാണ് ഈ യുദ്ധം നടക്കുന്നത്. ആ സമയത്ത് നാവിഗേഷൻ സിസ്റ്റം പോട്ടെ, മൊബൈൽ ഫോൺ പോലും ഇല്ല. ആകെപ്പാടെ ഫോണെന്ന് പറയുന്നത് ഈ കറക്കി വിളിക്കുന്ന ഫോണാണ്. അതും ഒരു ഏരിയയിൽ ഒരു വല്ല പൈസ ഉള്ളവരുടെ വീട്ടിൽ വല്ലതും ഉണ്ടായാലായി. അതുകൊണ്ടാണ് GPS ഇവിടെ ഒരു രഹസ്യ ആയുധമായി മാറിയത്, ആർക്കും അറിയാൻ പറ്റാത്തൊരായുധം. അപ്പോൾ അങ്ങനെ പരിഭ്രാന്തരായി ചിതറി ഓടിയ ഇറാഖി സൈന്യത്തെ അമേരിക്കൻ ടാങ്കുകൾ തലങ്കും വിലങ്ങും ആക്രമിച്ചു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ അമേരിക്ക ഇറാഖിൻ്റെ 55ഓളം T-72 ടാങ്കുകളും 40ഓളം BMPകളും തകർത്ത് കളഞ്ഞു. 100 കണക്കിന് ഇറാഖി സൈനികർ മരിച്ചു വീണു. ഏതാണ്ട് 800-ലധികം ആളുകളെ അവിടെ തടവുകാരായി പിടിച്ചു. അപ്പോഴേക്കും കാലാവസ്ഥ ആകെ മാറി മറിഞ്ഞു. ആ യുദ്ധഭൂമിയെ ആകെ മൂടിക്കൊണ്ട് ഒരു വലിയ മണൽക്കാറ്റ് ചീറി അടിച്ചു. പിന്നീട് ഈ യുദ്ധം അമേരിക്ക പുനരാരംഭിക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. അപ്പോഴേക്കും ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡുകൾ ഒരു റിഡ്ജിൻ്റെ ചെരുവിലുള്ള, റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മരുഭൂമിയാണല്ലോ, അവിടെ ഒന്നെങ്കിൽ ഒരു വലിയ മണൽത്തിട്ടയാകാം, അല്ലെങ്കിൽ ഒരു ചെറിയ കുന്നിൻ ചെരുവാകാം. അപ്പോൾ അങ്ങനെ ഒരു റിഡ്ജിൻ്റെ ചെരുവിലുള്ള ഒരു ഗ്രാമത്തെ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 40ഓളം T-72 ടാങ്കുകളുമായി വളരെ ശക്തമായ രീതിയിൽ നിലയുറപ്പിച്ചു. പക്ഷേ വീണ്ടും ഈ GPS-ന്റെ സഹായത്തോടെ അമേരിക്ക അടുത്ത സർപ്രൈസ് അറ്റാക്ക് നടത്തി. ഇവിടെ അമേരിക്കയ്ക്ക് വേറൊരു അഡ്വാൻറ്റേജ് കിട്ടി. അന്ന് രാവിലെ തൊട്ട് മഴയാണ്, അതിൻ്റെ പുറത്തൂടെയാണ് ഈ മണൽക്കാറ്റടിച്ചത്.
അപ്പോൾ വിസിബിലിറ്റി എന്ന് പറയുന്ന കാര്യം ഏതാണ്ട് നാമമാത്രമായിരുന്നു. അതായത് വിസിബിലിറ്റി വളരെ പുവർ വിസിബിലിറ്റി കണ്ടീഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ കണ്ടീഷൻ ഇറാഖിനെ പ്രതികൂലമായും അമേരിക്കയെ അനുകൂലമായും ബാധിച്ചു. കാരണം നമ്മൾ പറഞ്ഞാണ് ഈ ഏബ്രം ടാങ്കുകളിലെല്ലാം തെർമൽ ഇമേജറുകൾ, ഇൻഫ്രാറെഡ് ഇമേജറുകൾ ഉണ്ട്. അത് ഉപയോഗിച്ച് ഈ ലോ വിസിബിലിറ്റി കണ്ടീഷനിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ഇൻഫ്രാറെഡ് ഇമേജറുകളുടെ സഹായത്തോടു കൂടി അമേരിക്ക ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തി. അങ്ങനെ അവിടെ ഇറാഖികളുടെ പക്ഷത്തുണ്ടായിരുന്ന ടാങ്കർ ഉൾപ്പെടെയുള്ള സകല സന്നാഹങ്ങൾ അമേരിക്ക തകർത്ത് തരിപ്പണമാക്കി. ഇവിടെയും വൻതോതിലുള്ള കാഷ്വാലിറ്റിയാണ് ഇറാഖിന് നേരിടേണ്ടി വന്നത്. 100 കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു. ഒരുപാട് പേരെ അമേരിക്ക തടവുകാരായി പിടിച്ചു. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയ അമേരിക്ക ഏതാണ്ട് 4 മണിയോടുകൂടി ഈ 70 ഈസ്റ്റിംഗ് എന്ന് പറയുന്ന അവരുടെ ഫാർദസ്റ്റ് ലിമിറ്റിൽ എത്തിച്ചേർന്നു. അവിടെ യുദ്ധം അവസാനിപ്പിക്കാനാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഈ സമയത്ത് ഈ യുദ്ധം, ഈ മുന്നേറ്റം ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് ട്രൂപ്പ് ഇ ആണ്. ഇ എന്ന് പറയുന്ന ട്രൂപ്പാണ്. ആ ട്രൂപ്പ് നയിച്ചിരുന്നത് ക്യാപ്റ്റൻ HR മക്മാസ്റ്റർ ആണ്. വെറും 28 വയസ്സുള്ള ഒരു ജൂനിയർ ഓഫീസർ. അങ്ങനെ മക്മാസ്റ്ററും കൂട്ടരും 70 ഈസ്റ്റിംഗിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന നെറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരണങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഈ 70 ഈസ്റ്റിംഗും ഒരു റിഡ്ജ് പോലത്തെ ഒരു മണൽത്തിട്ടയാണ്. ആ മണൽത്തിട്ട നിന്ന് നോക്കിയ മക്മാസ്റ്റർ അങ്ങ് ദൂരെ 2 കിലോമീറ്റർ അകലെയായി ഇറാഖിന്റെ ഒരു വലിയ സൈനിക വ്യൂഹത്തെ കാണുകയാണ്. ഏതാണ്ട് 30ഓളം ടാങ്കുകളും അതിലധികം BMP-കളും 100 കണക്കിന് ട്രക്കുകളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സൈനിക വ്യൂഹത്തെ മക്മാസ്റ്റർ കാണുകയാണ്. പ്രകോപനം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ മക്മാസ്റ്റർ മുന്നോട്ട് നീങ്ങാൻ കമാൻഡ് കൊടുത്തു. അതായത് അയാൾക്ക് കിട്ടിയ കമാൻഡ് ലംഘിച്ചു. ഒന്ന് ഓർക്കണം, ഒരു സൈന്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്. അതായത് മുകളിൽ നിന്നൊരു കമാൻഡ് ലഭിച്ചു കഴിഞ്ഞാൽ ആ കമാൻഡ് സാധാരണഗതിയിൽ ഒരു സൈന്യത്തിൽ ലംഘിക്കപ്പെടുകയില്ല. അത് എന്ത് കാരണം ഉണ്ടായിരുന്നു, മരണം സംഭവിച്ചാൽ പോലും പലപ്പോഴും കമാൻഡ് ലംഘിക്കപ്പെടുകയില്ല. ലംഘിച്ചു കഴിഞ്ഞാൽ, ഒരു ജൂനിയർ ഓഫീസർ കമാൻഡ് ലംഘിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോർട്ട് മാർഷലായിരിക്കും അയാളെ കാത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പോയിന്റിൽ ആ 28 വയസ്സുകാരൻ ക്യാപ്റ്റൻ HR മക്മാസ്റ്റർ തനിക്ക് ലഭിച്ച കമാൻഡ് ലംഘിച്ചു. ഈ ഒരു പോയിന്റിലാണ് ദ ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിംഗ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ക്യാപ്റ്റൻ HR മക്മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പും വെറും 9 ടാങ്കുകൾ മാത്രം ഉപയോഗിച്ച് നടത്തിയ വെറും 23 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന യുദ്ധ താണ്ഡവത്തെയാണ് ചരിത്രം ദ ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിംഗ് എന്ന പേരിൽ അടയാളപ്പെടുത്തിയത്. അതായത് ഈ യുദ്ധം വെറും 23 മിനിറ്റ് മാത്രമാണ് നീണ്ടുനിന്നത്. തങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്ത ആ അമേരിക്കൻ സംഘത്തെ വലുപ്പത്തിൽ വളരെ മുന്നിലായിരുന്ന ആ ഇറാഖി സൈനിക വ്യൂഹം ചുറ്റി വളഞ്ഞാക്രമിച്ചു. അവർക്ക് സഹായമായി കൂടുതൽ ടാങ്കുകളും മറ്റും വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലായിരുന്ന ആ അമേരിക്കൻ സൈനികരുടെ ആവേശം കെടുത്തുവാൻ മാത്രമുള്ള വലിപ്പം ആ ഇറാഖി സൈന്യത്തിന് ഉണ്ടായിരുന്നില്ല. അതായത് ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിലായിരുന്നൊക്കെ ഞാൻ വെറുതെ ഒരു രസത്തിനങ്ങ് പറഞ്ഞതാണ്, വെറുതെ തള്ളിയതാണ്. അതൊന്നും ആയിരുന്നില്ല കാര്യം. അതായത് ഈ രാവിലെ മുതൽ ഇമാർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആ യുദ്ധത്തിൽ നിന്ന് ഇമാർക്കൊരു കാര്യം പിടികിട്ടി. ഈ ഏബ്രം ടാങ്കുകളെ T-72 ടാങ്കുകൾ ഉപയോഗിച്ച് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ഏബ്രം എന്ന് പറഞ്ഞ ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും സുപ്പീരിയർ വാർ മെഷീനാണ്. അതിൻ്റെ ഈ ചോബം ആർമർ തകർക്കുവാൻ T-72 കിണഞ്ഞ് പരിശ്രമിച്ചാലും സാധിക്കത്തില്ലെന്നുള്ള കാര്യം ഇമാർക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ഒരു അഹങ്കാരം, ആ ഒരു അഹങ്കാരം മൂലമാണ് അങ്ങേയറ്റത്തെ യുദ്ധവെറിയനായിരുന്ന HR മക്മാസ്റ്റർ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നത്. ഏതായാലും അവരുടെ കാൽക്കുലേഷൻ വളരെ ശരിയായിരുന്നു. ഈ ഏബ്രം ടാങ്കുകളുടെ മേളിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഈ ഇറാഖികൾക്ക് സാധിച്ചില്ല. അതേസമയം ഇറാഖികൾക്ക് തീരാ നഷ്ടമാണ് ഉണ്ടായത്. അതായത് അവിടെ ഉണ്ടായിരുന്നതിൻ്റെ 30ഓളം ടാങ്കുകളും മറ്റും, 30ഓളം ടാങ്കുകളെന്നല്ല, ആ പ്രദേശത്തുണ്ടായിരുന്ന സകല സൈനിക സന്നാഹങ്ങളും, ടാങ്കുകൾ, BMP-കൾ, ട്രക്കുകൾ, കൂടാതെ 100 കണക്കിന് വരുന്ന സൈനികർ, ഇവയെല്ലാം തന്നെ നാമാവശേഷമായി. ഇത്രയും കാര്യം ചെയ്തു തീർക്കാൻ HR മക്മാസ്റ്റർക്കും സംഘത്തിനും വേണ്ടി വന്നത് വെറും 23 മിനിറ്റാണ്. മറുവശത്ത് അമേരിക്കയുടെ പക്ഷത്ത് നോക്കുമ്പോഴത്തേക്കിന് അവിടെ ഒരു ടാങ്ക് ആയിക്കോട്ടെ, ഒരു ബ്രാഡ്ലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സൈനികനായിക്കോട്ടെ, യാതൊരു അപകടവും സംഭവിച്ചില്ല. അതായത് അമേരിക്കൻ സൈഡിൽ നഷ്ടത്തിൻ്റെ കണക്കെടുത്താൽ 0 ആയിരുന്നു. അതായത് ഈ 23 മിനിറ്റിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ മക്മാസ്റ്റർ നടത്തിയ ഈ ഒരു സാഹസിക പ്രവർത്തനത്തോടുകൂടി 26-ലെ യുദ്ധം അവസാനിച്ചു. 27-ാം തീയതി ഒരു ദിവസത്തോടെ യുദ്ധം നീണ്ടു നിന്നു. അതായത് വലിയ കാര്യമായിട്ടില്ല, ഇതിൻ്റെ ഒരു പരിസമാപനം എന്ന രീതിയിൽ യുദ്ധം ഒരു ദിവസത്തോടെ നീണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ 1991 ഫെബ്രുവരി 26, 27 ഇങ്ങനെയാണ് ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിങ്ങിനെ കുറിച്ച് രേഖകൾ കാണുന്നത്. ഏതായാലും ഈ യുദ്ധത്തിൽ ഇറാഖിന് വൻ നഷ്ടമാണ് ഉണ്ടായത്. ഏതാണ്ട് 1000 കണക്കിന് സൈനികരാണ് മരിച്ചത്. അതുപോലെ അവരുടെ ടാങ്ക് പടയുടെ സിംഹഭാവവും അവർക്ക് നഷ്ടമായി. അതേസമയം അമേരിക്കൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ അമേരിക്കയ്ക്ക് ആകെപ്പാടെ നഷ്ടപ്പെട്ടത് ഒരു ബ്രാഡ്ലി മാത്രമാണ്. ഒരു ബ്രാഡ്ലിയും അതിൽ യാത്ര ചെയ്തിരുന്ന 7 സൈനികരും. അങ്ങനെ വളരെ മൃഗീയവും ഏകപക്ഷീയവുമായ ഒരു യുദ്ധമായിരുന്നു ഈ ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ വിജയം നേടാൻ സാധിച്ചത്? നമുക്കിതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ആദ്യം ഈ യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ 2 ഫോഴ്സുകളും ഏതാണ്ട് തുല്യ ശക്തികളായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ 2 തുല്യ ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒരു സംഘത്തിന് എന്തെങ്കിലും തരത്തിൽ, അതായത് സൈനികപരമായോ ആയുധപരമായോ അതോ തന്ത്രപരമായോ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ആ സംഘത്തിൻ്റെ വിജയസാധ്യത വളരെ കൂടുതലായി മാറും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഈ T-72 ടാങ്കുകളും ഏബ്രം ടാങ്കുകളും
ഫയർ പവറിൻ്റെ കാര്യത്തിൽ ഒരുപോലെയാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഏബ്രത്തിൽ ഈ തെർമൽ ഇമേജുകൾ, ലേസർ സെൻസറുകൾ, ഓൺബോർഡ് കമ്പ്യൂട്ടറുകൾ, ഇങ്ങനെ അത്യന്താധുനികമായ പല സജ്ജീകരണങ്ങളുണ്ടായിരുന്നു. ഇത് ഏബ്രത്തിന് T-72 മുകളിൽ ഒരു അഡ്വാൻറ്റേജ് നേടിക്കൊടുത്തു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ അവസാന നിമിഷത്തിൽ HR മക്മാസ്റ്റർ എന്ന് പറയുന്ന ക്യാപ്റ്റൻ നടത്തിയ സാഹസികതയാണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞു, സൈന്യം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ് അതിൻ്റെ മുഖമുദ്ര. പക്ഷേ ഇവിടെ HR മക്മാസ്റ്റർക്ക് കോർട്ട് മാർഷൽ ഒന്നും നേരിടേണ്ടി വന്നിരുന്നു. അങ്ങേര് പല പ്രൊമോഷനുകൾ നേടി റിട്ടയർ ആകുന്നത് ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ടാണ്. അത് തന്നെയല്ല, അതിനുശേഷം അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡിഫൻസ് അഡ്വൈസർ ആയിരുന്നു. അതായത് അതിനെക്കുറിച്ച് അമേരിക്ക പറയുന്നത് അവരുടെ സൈന്യത്തിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ജൂനിയർ ഓഫീസേഴ്സിന് വേണ്ടി വന്നാൽ ഓൺ ദ സ്പോട്ട് ഡിസിഷൻ മേക്കിങ്ങിനുള്ളൊരു ഫ്രീഡം അവർ കൊടുക്കുന്നുണ്ട്. അതായത് വേണ്ടി വന്നാൽ ജൂനിയർ ഓഫീസറിന് കമാൻഡ് ലംഘിച്ചുകൊണ്ട് അയാൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഏതായാലും ഈ യുദ്ധം കഴിഞ്ഞതോടുകൂടി ലോകത്തുള്ള പല സൈന്യത്തിലും, അതായത് 91 ശേഷം ലോകത്തുള്ള പല സൈന്യത്തിലും ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന കാര്യം അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ ഇങ്ങനെ ജൂനിയർ ഓഫീസേഴ്സ് ഇങ്ങനെ ഒരു ഫ്രീഡം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തമായ അറിവുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിലൂടെ തീർച്ചയായും അറിയിക്കണം. അപ്പോൾ ഇതുകൊണ്ട് തീർന്നില്ല. മൂന്നാമതായിട്ടൊരു വലിയ അഡ്വാൻറ്റേജ് കൂടെ അമേരിക്കയുടെ പക്കമുണ്ടെന്ന്, അതായത് GPS. 1991 അമേരിക്ക GPS ഒരു യുദ്ധോപകരണമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല ടെക്നോളജികളും ജന്മം കൊള്ളുന്നത് യുദ്ധങ്ങളുടെ ഭാഗമായിട്ടാണ്. അതായത് ഇങ്ങനെ പറയാറുണ്ട്, 20ാം നൂറ്റാണ്ടാണ് മനുഷ്യർക്ക് ഏറ്റവും അധികം ടെക്നോളജികൾ സംഭാവന ചെയ്ത നൂറ്റാണ്ടാണ്. അതെന്താ, 20ാം നൂറ്റാണ്ടായപ്പോൾ മനുഷ്യൻ്റെ തലച്ചോറ് അങ്ങ് വല്ലാതെ വളർന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അതുകൊണ്ടൊന്നുമല്ല. 20ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 2 മഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നൂറ്റാണ്ടാണ്. ലോകം കണ്ട ഏറ്റവും വലിയ 2 മഹായുദ്ധങ്ങൾ, 1ാം ലോകമഹായുദ്ധവും 2ാം ലോകമഹായുദ്ധവും അരങ്ങേറിയത് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, നമ്മളിന്ന് ആസ്വദിക്കുന്ന എല്ലാ ടെക്നോളജികളുടെയും വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് 2ാം ലോകമഹായുദ്ധം യൂറോപ്പിൽ വീഴ്ത്തിയ ശവക്കൂനകളിലേക്കാണ്. അതായത് മനുഷ്യചരിത്രം നമ്മൾ ആദ്യം തൊട്ടേ പരിശോധിച്ച് കഴിഞ്ഞാൽ യുദ്ധവും ടെക്നോളജിയും തമ്മിൽ ഇങ്ങനെ ആഴത്തിൽ ഇഴപിഴിഞ്ഞ് കിടക്കുന്ന ഒരു അവിശുദ്ധ ബന്ധം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ടാങ്ക് യുദ്ധം, ദ ബാറ്റിൽ ഓഫ് 73 ഈസ്റ്റിംഗ്, ഇതിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ, ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.